എന്താണ് സ്ഥിതി കേരളത്തിൽ? സ്കൂൾ അടച്ചത് നന്നായി, എന്താ കാര്യം? ഇല്ല, ഹെഡ് മാസ്റ്റർമാരുടെ പോക്കറ്റിൽ നിന്ന് കാശെടുത്താണ് ഉച്ചക്കഞ്ഞി കൊടുത്തിരുന്നത്. അത് കൊടുക്കാൻ 6 മാസത്തെ കാശ് പ്രധാന അധ്യാപകർക്ക് കൊടുക്കാനുണ്ട്, പണം കൊടുക്കാനുണ്ട്. 50,000 രൂപയിൽ കൂടുതൽ ചെക്ക് മാറില്ല. പഞ്ചായത്ത് മെമ്പർമാരിരിക്കുന്നുണ്ടല്ലോ ഇവിടെ. രണ്ടാമത്തെ ഗഡു കിട്ടിയില്ല എന്നാണ്. കിട്ടി, പക്ഷേ കിട്ടിയിട്ട് കാര്യമില്ല, ട്രഷറിയിൽ നിന്ന് ചെക്ക് മാറില്ല. മൂന്നാമത്തെ ഗഡു കിട്ടുന്നതിന് മുമ്പേ ട്രഷറി അടച്ചുപൂട്ടി. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്ഥിതി മനസ്സിലായല്ലോ. ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കഴുത്ത് ഞെരിച്ചു കൊന്നു. ഈ പ്രാവശ്യം പണമില്ല. ധനകാര്യമന്ത്രി പറയുകയാണ്, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ കേരളത്തിൽ അടുത്ത മാസം ശമ്പളം കൊടുക്കുന്നു? കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ധനകാര്യമന്ത്രി ആദ്യമായിട്ട് പറയാണ് അടുത്ത മാസം ശമ്പളം കൊടുക്കുന്നു. അങ്ങനെ പറയേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ? ശമ്പളം കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക്, പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കേരളം കൂപ്പുകുത്തുകയാണ്. ജീവനക്കാർക്ക് DA കുടിശ്ശികയില്ല, ലീവ് സറണ്ടർ ഇല്ല, പെൻഷൻകാർക്ക് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയില്ല. 40,000 കോടി രൂപ പെൻഷൻകാർക്കും ജീവനക്കാർക്ക് കൂടി കൊടുക്കാനുണ്ട്. കടമാണ് എല്ലായിടത്തും കടമാണ്. കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് കേരളത്തെ തള്ളിവിട്ടിരിക്കുകയാണ് ഈ സർക്കാർ. ഒരു കാര്യത്തിനും മാത്രം കുറവില്ല, അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. അഹങ്കാരത്തിന് നാട്ടിൽ എന്ത് വൃത്തികേട് കാണിച്ചാലും, എന്ത് സംഭവം നടന്നാലും അതിന്റെ മുമ്പിൽ ഒരു CPM കാരനുണ്ടാവും, അല്ലെങ്കിൽ ഒരു SFI കാരനുണ്ടാവും, അല്ലെങ്കിൽ ഒരു DYFI കാരനുണ്ടാവും. ഇല്ലേ? സിദ്ധാർത്ഥിന്റെ മരണം ഈ നെടുമങ്ങാടുകാരനാണ്. സിദ്ധാർത്ഥ് ഒരച്ഛന്റെയും അമ്മയുടെയും സ്വപ്നമായിരുന്നു. അല്ലേ? എന്നെ സങ്കടപ്പെടുത്തിയത് അവൻ അമ്മയെ കാണാൻ വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടു. കൊച്ചിയിലെത്തിയപ്പോൾ അവന് ഫോൺ വന്നു, തിരിച്ചു ചെല്ലണം. തിരിച്ചു ചെന്നാൽ അവനെ ക്രൂരമായി മർദ്ദിക്കുമെന്ന് അറിയാം. എന്നിട്ടും അവൻ തിരിച്ചു പോവുകയാണ്. എന്തുകൊണ്ടാ? തിരിച്ചു പോയില്ലെങ്കിൽ പിന്നെ അവിടെ പഠിക്കാൻ പറ്റില്ല. തൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത് തന്നെ പഠിപ്പിച്ചൊരു നിലയിലെത്തിക്കാനാണ്. തല്ലുകൊണ്ടാലും സാരമില്ല, അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നം സാക്ഷാത്കരിക്കണം എന്ന് കരുതി തിരിച്ചു വയനാട്ടിലേക്ക് ചെന്ന കുഞ്ഞിനെയാണ് ക്രൂരമായി മർദ്ദിച്ച് 130 പേരുടെ മുന്നിൽ വിവസ്ത്രനാക്കി നിന്ന് മർദ്ദിച്ച്, ക്രൂരമായി മർദ്ദിച്ച്, തല്ലിക്കൊന്ന് അവന്മാർ തന്നെ കെട്ടിത്തൂക്കി, അവന്മാർ തന്നെ അഴിച്ച് ആശുപത്രിയിൽ എത്തിച്ചത്. ആ വൃത്തികെട്ടവന്മാർക്ക് സംരക്ഷണം കൊടുത്ത മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു കുഞ്ഞിനെ തല്ലിക്കൊന്ന് തൂക്കിയവന്മാർക്ക് രാഷ്ട്രീയമായി സംരക്ഷണം കൊടുത്ത മുഖ്യമന്ത്രിയാ. നിങ്ങളെ കൊണ്ട് ജനങ്ങൾ ഇതിനെല്ലാം മറുപടി പറയിപ്പിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് പിണറായി വിജയൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെടിച്ചട്ടി കൊണ്ടും കമ്പിവടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലി അവരുടെ തല പൊട്ടിച്ച് വധശ്രമത്തിന് അവർക്ക് കേസെടുത്തപ്പോൾ ഇത് ജീവൻ രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് ആ ക്രിമിനലുകൾക്ക് സംരക്ഷണം കൊടുത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ.